സർ ഇപ്പോൾ പല സ്റ്റുഡൻസും ഒറ്റ തവണ ഫെയിൽ ആകുമ്പോഴത്തേന് അയ്യോ ഇനി ഞാനില്ല മതി എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് എത്തുമല്ലോ. അപ്പോൾ സാറിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, അതേപോലെ കുറേ ഫെയിലിയേഴ്സും സക്സസും ഒക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടാവും, ട്രെയിനിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ടൈമിലുള്ള എക്സ്പീരിയൻസ് കൊണ്ടും സാറിൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് കൊണ്ടും ഒക്കെ ഇങ്ങനത്തെ സ്റ്റുഡൻസിനൊക്കെ എന്ത് അഡ്വൈസ് ആയിരിക്കും സാർ കൊടുക്കുക? സത്യത്തിൽ ഒരു കുട്ടിയുടെ ഫെയിലിയർ ഒരിക്കലും അവരുടെ ഭാവി നിർണ്ണയിക്കുന്നില്ല. ഡിഫൻസ് ലൈഫിൽ ഫെയിലിയേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. കൂടാതെ നമ്മളെ NSGയിൽ ഇപ്പോൾ ട്രെയിനിങ് ചെയ്യുമ്പോൾ 3 മാസത്തെ ട്രെയിനിങ് വളരെ ടഫ് ട്രെയിനിങ്സ് ആണ്. അത് ചിന്തിക്കാൻ പറ്റാത്ത ട്രെയിനിങ് ടൈമാണ്. നമ്മൾ ആ സമയത്ത് എനിക്ക് പറ്റൂല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ വരെ എത്തൂല. എന്നാലും വിട്ടുകൊടുക്കാത്ത ഒരു മനോധൈര്യം, അതാണ് നമുക്ക് ആവശ്യം. അത് നിങ്ങളെ ലാസ്റ്റ് സക്സസ് വരെ എത്തിക്കുകയും ചെയ്യും. അത് നമ്മളെ NIDS അക്കാഡമിയിൽ അതിൻ്റെയും കൂടി ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരെ എങ്ങനെ മൈൻഡ് സെറ്റ് ചെയ്യണം, അതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു സെറ്റപ്പാണ്. നമ്മൾ വ്യക്തിയെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു സെറ്റപ്പ് കൂടിയാണ് നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ മൈൻഡ് സെറ്റിൽ ഇപ്പോൾ ഫെയിലിയേഴ്സ് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം, എങ്ങനെ ഫേസ് ചെയ്യണം, അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്.